ഹലോ, ജയാസ് വെറൈറ്റി വ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ടിപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നും ഒരു അടിപൊളി ടിപ്സുമായിട്ട് ഞാൻ വന്നത്. ഇന്നലത്തെ ടിപ്സ് എല്ലാവരും ചെയ്ത് കാണുമല്ലോ. നമ്മുടെ കയ്യ് നല്ല അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ടിപ്സ് ആയിരുന്നു. ഇന്ന് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഈ ടിപ്സുകൾ ചെയ്തു തുടങ്ങുക. മുഖത്ത് തന്നെ അല്ല, ചിലവരുടെ കഴുത്തിൽ ഇവിടെ ഇങ്ങനെ ചുളിവ് വന്നിട്ട് ഇവിടെ ഒരു കുഴി പോലെ അകത്തോട്ട് ഇങ്ങനെ വരും. അപ്പം അതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ ഈ ടിപ്സ്, ഞാൻ പറയുന്ന ടിപ്സ് ചെയ്തു തുടങ്ങിയാൽ തീർച്ചയായിട്ടും ഒരു 30-40 വയസ്സാകുമ്പോഴത്തേക്കുമാണ് ഈ ചിലവർക്ക് ചില സ്കിന്നിന് നേരത്തെ തന്നെ ചുളിവുകളൊക്കെ വന്നു തുടങ്ങും. അപ്പൊ ആ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ എന്താണേലും ഈ ടിപ്സ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് സൂപ്പർ റിസൾട്ടാണ് കിട്ടുന്നത്. എൻ്റെ പ്രായത്തിനൊക്കെ എനിക്ക് ചുളിവ് ഇഷ്ടംമാതിരി വരേണ്ട സമയം കഴിഞ്ഞു. പക്ഷെ നമ്മൾ ഈ ടിപ്സ് എല്ലാം ചെയ്യുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അങ്ങനെ ഇരിക്കുന്നു. അപ്പം എന്താ ടിപ്സ് എന്നുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഇന്നത്തെ വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്കങ്ങ് വീഡിയോയിലോട്ട് പോയി. അപ്പൊ രാവിലെ നമ്മുടെ കുളിയെല്ലാം കഴിഞ്ഞു. രാവിലെ ഉച്ച വരെയുള്ള പണികളെല്ലാം കഴിഞ്ഞു. ടൗൺ വരെ ഒന്ന് പോണം, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ടൗണിലൊക്കെ ഒന്ന് പോണം, അതിനായിട്ട് റെഡിയായി നിൽക്കുവാണ്. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി ഒരു പറയാം. ഇന്ന് കറി എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവയ്ക്ക മെഴുക്കോരട്ടി നമ്മൾ വെച്ചു, മീൻ കറി വെച്ചു, പിന്നെ തീയലിരിപ്പുണ്ട്. ഇത്രയും ഇന്നത്തെ കറികൾ. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് എന്നതായിരുന്നു? ഇഡലി സാമ്പാറുമായിരുന്നു. പെട്ടെന്ന് ക്ലിക്കായില്ല, മറന്നുപോയി. ഇഡലി സാമ്പാറുമായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം പറയാം. അപ്പം ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ നല്ല അടിപൊളി ഒരു ടിപ്സ് അല്ലേ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നത്. നമ്മുടെ കൈകൾ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ടിപ്സ്. ഇന്ന് നമുക്ക് നമ്മുടെ മുഖത്ത് നേരത്തെ ചിലവർക്ക് പ്രായം ഒത്തിരി ആവുന്നതിന് മുമ്പ് തന്നെ ചിലവർക്ക് മുഖത്ത് ചുളിവുകൾ വീണ് തുടങ്ങത്തില്ലേ? ആ ചുളിവുകൾ വരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് മെയിനായിട്ടും ഞാൻ പറഞ്ഞുതരാം. എൻ്റെ മുഖത്തൊന്നും ഇപ്പോൾ ചുളിവുകളൊന്നും വന്നിട്ടില്ല കേട്ടോ. നിങ്ങൾ ചുളിവുണ്ടെന്നൊന്നും പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. എൻ്റെ മുഖത്ത് ചുളിവൊന്നും വന്നിട്ടില്ല. ആ ചുളിവുകൾ വരാതിരിക്കാനുള്ള ട്രിക്ക് എന്താണെന്നറിയാവോ? നമ്മുടെ ഓട്സില്ലേ, ഓട്സിനെ കുറച്ചെടുത്തിട്ട്, ഏത് ഓട്സാന്ന് നമ്മളിവിടെ വാങ്ങിക്കുന്ന ക്വാക്കറിൻ്റെ ഓട്സാ കേട്ടോ. അതിനെ എടുത്തേച്ച് നമ്മുടെ മുട്ടയുടെ വെള്ളയില്ലേ, മിക്സിയിലോട്ട് ഇടുക ഈ ഓട്സിനെ. എന്നിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം ഇടയ്ക്കൊക്കെ എടുക്കാമല്ലോ. കുറച്ചേറെ അങ്ങ് പൊടിച്ച് മാറ്റി അങ്ങ് വെക്കുക. എന്നിട്ട് നമ്മളൊരു ബൗൾ എടുത്തിട്ട് ആവശ്യമുള്ള മുഖത്തും കഴുത്തേലും ഇടണം കേട്ടോ. ചിലവരുടെയൊക്കെ കാണാവേ കുറച്ച് പ്രായമാകുമ്പോഴത്തേക്കുണ്ടല്ലോ കഴുത്തുകൾക്ക് പെട്ടെന്ന് ഇവിടെ നോക്കുമ്പോൾ അറിയാം ഒത്തിരി, എന്നാൽ അവർക്ക് അധികം പ്രായമൊന്നും കാണത്തില്ലേ. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ ചുളുക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഒരു കുഴി പോലെയും വരും. ചിലവരുടെ സ്കിന്നിന് അങ്ങനെ പെട്ടെന്ന് അതിങ്ങനെ വരും. അത് ഒരു പരിധി വരെ നമുക്ക് മാറ്റി നിർത്താം ഞാൻ പറയുന്ന ഈ ടിപ്സ് കൊണ്ട്. ഓട്സ് പൊടിച്ച ആവശ്യത്തിന് ഓട്സിനെ എടുക്കുക. ഈ കഴുത്തേലും തേക്കണം. ഇത് ഇവിടെ ഇട്ട് ഇങ്ങനെ തേച്ച് കൊടുക്കണം കേട്ടോ. എൻ്റെ ഒന്നും അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ കേട്ടോ. എന്നേക്കാ പ്രായം കുറവുള്ളവരുടെ എനിക്കറിയാവുന്ന ഒത്തിരി പേരുടെ ഇവിടെ ഇങ്ങനെ ചുളുക്ക് വന്നിട്ട് ഇവിടെ ഒരു കുഴിയും കൂടെ വരും. അതായത് പെട്ടെന്നാണ് അവരുടെ സ്കിന്നൊക്കെ ചുളിവാകുന്നത്. മുഖത്തും ഒക്കെ ആ ചുളിവ് അവർക്ക് നേരത്തെ തന്നെ വന്നു തുടങ്ങും. അപ്പം ഓട്സിന്റെ പൊടി എടുത്ത് മുട്ടയുടെ വെള്ളയും കൂടെ ഈ പൊടിക്കകത്തോട്ട് നന്നായിട്ട് ഇച്ചിരി നേരം കൊണ്ട് വേണം അതിനെ നന്നായിട്ട് യോജിപ്പിക്കാൻ കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അത് ഉരുണ്ടുരുണ്ട് ഇങ്ങനെ വരും. അപ്പം എന്താന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നിങ്ങൾക്ക് ഇതിനെ പ്രായത്തെ ശരിക്കും മാറ്റി നിർത്താൻ, ചുളിവിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് ഇത് എടുക്കുക. നന്നായിട്ട് മുഖം മുഴുവൻ തേച്ച് നല്ലതായിട്ട് പിടിപ്പിക്കുക. ഇത് നല്ലതായിട്ട് ഉണങ്ങും കേട്ടോ. ഉണങ്ങുമ്പം വെറും വെള്ളത്തിൽ തൊട്ടിട്ട് ഇങ്ങനെ നന്നായിട്ട് കഴുത്തേലും വേണം കേട്ടോ. കഴുത്തിൻ്റെ ഇങ്ങനെ വെള്ളോട്ട് വേണം ചെയ്ത് കഴിഞ്ഞിട്ട് ആദ്യം അങ്ങ് തുടച്ച് മാറ്റുക. എന്നിട്ട് നന്നായിട്ട്
കഴുകി അങ്ങ് കളയുക. അപ്പം നിങ്ങൾക്ക് സത്യമായ കാര്യമാണ്, ഇത് ഡെയിലി ചെയ്യുവാണെങ്കിൽ ഈ ഇവന്റെ ഒരുവിധം പെട്ടെന്ന് 1 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ആ ചുളിവെല്ലാം മാറിക്കിട്ടും. അത് ചുളിവ് വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ചെയ്യണം. കാരണം ചുളിവ് വന്നു കഴിഞ്ഞാൽ കുറച്ചേറെ നാൾ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു 35-40 അങ്ങേയറ്റം വരെ ആകുമ്പോഴത്തേക്കും നിങ്ങളിത് ചെയ്തു തുടങ്ങുക. ചെയ്തു തുടങ്ങിയില്ലെങ്കിൽ പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇതാവും. ഓരോ സ്കിന്നിന്റെ പ്രത്യേകത അത് കേട്ടോ. ചിലവർക്ക് അത് നേരത്തെ അങ്ങനെ വരും. അതാണ് പറഞ്ഞത്. അത് വരാതിരിക്കാൻ ഇത് ചെയ്യുക. ഇത് ചെയ്താൽ സൂപ്പർ ടിപ്സാണ്. ഇതുകൊണ്ട് നിങ്ങളുടെ ചുളിവുകളെല്ലാം മാറും. കഴുത്തേലെ ചുളിവുകൾ മാറും, മുഖത്തെ ചുളിവുകൾ മാറും. കയ്യേലും വേണമെങ്കിൽ നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം വേണമെന്നുണ്ടെങ്കിൽ. കൈക്ക് പക്ഷെ വലിയ കുഴപ്പമില്ലല്ലോ ആർക്കും അല്ലേ. മുഖത്ത് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് കിട്ടും. അപ്പം ഞാൻ ഏതാണെന്നുള്ളത് കാണിച്ചു തരാം. ഞാൻ എടുക്കുന്ന ഓട്സ്, ഞാൻ ഉപയോഗിക്കുന്ന ഓട്സ് ഇതാണ് കേട്ടോ. ഈ ഓട്സാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് എനിക്ക് 2 ഗുണങ്ങളാണ് ഈ ഓട്സ് മേടിക്കുന്നതുകൊണ്ട്. എൻ്റെ ഓരോ ടിപ്സും ചെയ്യാനും വേണ്ടിയിട്ടും മോന് 2 മക്കൾക്കും വെളുപ്പിനെ പോകുമ്പോൾ ഓട്സ് ഏത്തപ്പഴം കഴിച്ചുകൊണ്ടാണ് പോകുന്നത്. അപ്പം അതിനും വേണ്ടിയിട്ടും ഇത് എനിക്ക് യൂസ്ഫുള്ളാണ്. അപ്പം എനിക്കായിട്ട് വേറെ മേടിക്കേണ്ട കാര്യമില്ല. അപ്പം ഈ ഓട്സ് വേണം നിങ്ങൾ എടുക്കാൻ. അല്ല, ഈ ക്വാക്കറിൻ്റെ ഓട്സ് തന്നെ വേണമെന്നില്ല കേട്ടോ. ഞാൻ ഈ ഓട്സാണ് ഉപയോഗിക്കുന്നത്. ക്വാക്കറിൻ്റെ ഇത് ചേട്ടൻ അവിടുന്ന് കൊണ്ടുവരുന്ന ടൈപ്പിലെ ഓട്സ് തന്നെ ഡ്യൂട്ടിപ്പേഡ് ഷോപ്പിൽ നിന്നാണ് ഞാൻ ഈ ഓട്സ് മേടിക്കുന്നത് കേട്ടോ. ചേട്ടൻ അവിടെ ആയിരുന്നപ്പം 8, 10, 12 ഓട്സ് കൊറിയർ അയക്കുമായിരുന്നു. ഇപ്പം നമ്മളിവിടെ അല്ലേ, അതുകൊണ്ട് ഞങ്ങൾ ഡ്യൂട്ടിപ്പേഡിൽ തന്നെ ഇത് മേടിക്കത്തുള്ളൂ. കാരണം ചേട്ടൻ അവിടെ നമ്മൾ അത് ഉപയോഗിച്ച് ഇപ്പം ഇത്. അപ്പം നമ്മുടെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ ക്വാക്കറിന്റെ ഓട്സാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്നൊക്കെ. അപ്പം ആ ക്വാക്കറിന്റെ ഓട്സ് കുറച്ചേറെ നമ്മൾ പൊടിച്ചങ്ങ് വെക്കണം. കുപ്പിക്കകത്തോട്ടാക്കി പൊടിച്ചങ്ങ് വെക്കുക. വെച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ആവശ്യത്തിന്, അതായത് കഴുത്തേലെ പാട, ചുളിവുകൾ, കറുത്ത കുത്തൊക്കെ ഉണ്ടെങ്കിൽ മാറും കേട്ടോ. അതുമെല്ലാം മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഓട്സിന്റെ പൊടി എടുത്ത് ഒരു ബൗളിനകത്തോട്ട് എടുത്തിട്ട് മുട്ടയുടെ വെള്ളയും കൂടെ ഇതിനകത്തോട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് നമ്മുടെ മുഖത്തും കഴുത്തേലും എല്ലാം തേച്ച് കൊടുക്കുക. തേച്ച് കൊടുത്തിട്ട് ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുഖമൊക്കെ അങ്ങോട്ട് ഡ്രൈ ആവും. ആ ഡ്രൈ ആയി കഴിയുമ്പോൾ അതങ്ങ് കഴുകിക്കളയുക. കഴുകിക്കളഞ്ഞിട്ട് നമ്മൾ പിന്നെ പച്ചവെള്ളം ആദ്യം തുടച്ചങ്ങ് എടുക്കുക. ഒട്ടിയെല്ലാം ഭയങ്കരമായിട്ടിരിക്കും. തുടച്ചെടുക്കുക. തുടച്ചെടുത്തതിന് ശേഷം നിങ്ങൾ നല്ല പച്ചവെള്ളത്തിലോ ഏത് വെള്ളത്തിലാണേലും നന്നായിട്ടങ്ങ് കഴുകി അങ്ങ് കളയുക. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വല്ല അലോവേര ജെല്ല് വല്ലതും തേക്കുവോ, ശാലം തേക്കുവോ, മോയ്സ്ചറൈസിങ് ക്രീമോ. ഞാനിതൊന്നും തേക്കാറില്ല കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ടിപ്സാണ്. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.